Hello everyone, welcome to Catalyst Education. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് +2 ബിസിനസ് സ്റ്റഡീസിലെ ഓർഗനൈസിംഗ് എന്ന ചാപ്റ്ററിലെ ഒരു ടോപ്പിക് ആണ്. ദാറ്റ് ഈസ് എലമെന്റ്സ് ഓഫ് ഡെലിഗേഷൻ. നമ്മൾ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി പറഞ്ഞു അല്ലെ. എന്താ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറയുന്നത്? യെസ്, സബോർഡിനേറ്റ്സിന് നമ്മൾ ജോലികൾ ഏൽപ്പിച്ചു കൊടുക്കുകയും അത് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള അധികാരം അതോറിറ്റിയും കൈമാറ്റം ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് വിളിക്കുന്നത് അല്ലെ. ഇനി എന്തൊക്കെയാണ് എലമെന്റ്സ് ഓഫ് ഡെലിഗേഷൻ? ഡെലിഗേഷനകത്ത് വരുന്ന എലമെന്റ്സ് എന്തൊക്കെയാണ്? 3 എലമെന്റ്സ് ആണ് വരുന്നത്: അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി. ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്ന സമയത്ത് അവിടെ 3 എലമെന്റ്സ് ആണ് ഉണ്ടാവുക. ഏതൊക്കെയാണ്? അതോറിറ്റിയും, റെസ്പോൺസിബിലിറ്റിയും, അക്കൗണ്ടബിലിറ്റിയും. സോ ഫസ്റ്റ് വൺ, അതോറിറ്റി. എന്താണ് അതോറിറ്റി എന്ന് പറയുന്നത്? അതോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് കമാൻഡുകൾ, സബോർഡിനേറ്റ്സിന് കമാൻഡുകൾ നൽകാനുള്ള അവകാശത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അതോറിറ്റി എന്ന് വിളിക്കുന്നത്. ഓക്കെ, സബോർഡിനേറ്റ്സിന് കമാൻഡുകൾ നൽകാനുള്ള അവകാശവും അതുപോലെ തന്നെ തന്റെ അധികാര പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് നടപടികൾ സ്വീകരിക്കാനുമുള്ള അവകാശത്തെ നമുക്ക് എന്ത് വിളിക്കാം? അതോറിറ്റി എന്ന് വിളിക്കാം. ഫോർ എക്സാമ്പിൾ, ജനറൽ മാനേജർ. ഒരു ബിസിനസ് ഓർഗനൈസേഷനകത്തുള്ള ജനറൽ മാനേജർ. ജനറൽ മാനേജറുടെ കീഴിൽ ആര് വരുന്നു? പ്രൊഡക്ഷൻ മാനേജർ വരുന്നു. ഓക്കെ, പ്രൊഡക്ഷൻ മാനേജർ. പ്രൊഡക്ഷൻ മാനേജറുടെ കീഴില് സൂപ്പർവൈസർ. ആരാണ്? സൂപ്പർവൈസർ അല്ലേ? ഓക്കെ, സോ ഇങ്ങനെ വരുന്ന സമയത്ത് ജനറൽ മാനേജേഴ്സ് പ്രൊഡക്ഷൻ മാനേജർക്ക് ഒരു കമാൻഡ് നൽകുകയാണ്. ദാറ്റ് ഈസ് പെർ ഡേ 1000 പ്രൊഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്തിരിക്കണം. ഓക്കെ, പെർ ഡേ 1000 പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കണം എന്ന് ജനറൽ മാനേജർ ആർക്ക് കമാൻഡ് നൽകുന്നു? പ്രൊഡക്ഷൻ മാനേജർക്ക് കമാൻഡ് നൽകുന്നു. ഇനി പ്രൊഡക്ഷൻ മാനേജർ എന്ത് ചെയ്യാണ്? സൂപ്പർവൈസറെ വിളിച്ചിട്ട് എന്ത് പറയുന്നു? സെയിം ഇതേ കമാൻഡ് സൂപ്പർവൈസർക്ക് ഡെലിഗേറ്റ് ചെയ്തു കൊടുക്കുന്നു അല്ലെ. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലുള്ള സൂപ്പർവൈസറെ വിളിച്ചിട്ട് പ്രൊഡക്ഷൻ എന്ത് പറയും? പെർ ഡേ 1000 പ്രൊഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്തിരിക്കണം എന്ന് എന്ത് ചെയ്യുന്നു? സൂപ്പർവൈസറെ അറിയിക്കണം. ഓക്കെ, സോ ഇവിടെ എന്താ നടക്കുന്നത്? ജനറൽ മാനേജർ അവരുടെ അധികാരം എന്താണ്? കമാൻഡ് നൽകാനുള്ള അധികാരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പ്രൊഡക്ഷൻ മാനേജർക്ക് എന്ത് നൽകുന്നു? ഒരു കമാൻഡ് നൽകുകയാണ് ചെയ്യുന്നത് അല്ലെ. ഹിയർ സെയിം പ്രൊഡക്ഷൻ മാനേജർ എന്ത് ചെയ്യുന്നു? അവരുടെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് സൂപ്പർവൈസർക്ക് എന്ത് ചെയ്യുന്നു? ആ അധികാരം അവരുടെ പറഞ്ഞിട്ടുള്ള ഉത്തരവാദിത്തം ഡെലിഗേറ്റ് ചെയ്തു കൊടുക്കുകയാണ് ചെയ്യുന്നത്. റൈറ്റ്. സോ ഇത്തരത്തിലുള്ള ഒരു ബിസിനസ് ഓർഗനൈസേഷനകത്ത് സബോർഡിനേറ്റ്സിന് കമാൻഡുകൾ നൽകാനുള്ള അവകാശം, അതുപോലെ തന്നെ തന്റെ അധികാര പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് നടപടികൾ സ്വീകരിക്കാനുമുള്ള അവകാശത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അതോറിറ്റി എന്ന് വിളിക്കുന്നത്. ഇൻ കേസ് ഈ പറയുന്ന 1000 പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ടാർഗറ്റ് ഇത് അച്ചീവ് ചെയ്യാൻ സാധിച്ചിട്ടില്ല എങ്കിൽ ജനറൽ മാനേജർക്ക് എന്ത് ചെയ്യാം? പ്രൊഡക്ഷൻ മാനേജർക്കെതിരെ നടപടികൾ സ്വീകരിക്കാം അല്ലെ. അതെന്താണ്? ജനറൽ മാനേജറുടെ അതോറിറ്റിയാണ് അല്ലേ. സോ ഇത്തരത്തില് സബോർഡിനേറ്റ്സിന് കമാൻഡുകൾ നൽകാനും അധികാര പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് നടപടികൾ സ്വീകരിക്കാനുമുള്ള അവകാശത്തെ നമുക്ക് എന്ത് വിളിക്കാം? അതോറിറ്റി എന്ന് വിളിക്കാം. ക്ലിയർ അല്ലേ? സോ പ്ലസ് അതോറിറ്റി എന്താണ്? ഡൗൺവേർഡ് ആണ് സഞ്ചരിക്കുക. ഡൗൺവേർഡ് ഫ്ലോ ആണ് ഉണ്ടാവുക. ജനറൽ മാനേജർ പ്രൊഡക്ഷൻ മാനേജർക്ക് കമാൻഡ് നൽകാം, പ്രൊഡക്ഷൻ മാനേജർക്ക് സൂപ്പർവൈസർക്ക് കമാൻഡ് നൽകാം. എന്നാൽ സൂപ്പർവൈസർക്ക് പ്രൊഡക്ഷൻ മാനേജർക്ക് കമാൻഡ് നൽകാൻ സാധിക്കുമോ? ഇല്ല. പ്രൊഡക്ഷൻ മാനേജർക്ക് ജനറൽ മാനേജർക്ക് കമാൻഡ് നൽകാൻ സാധിക്കുമോ? ഇല്ല. സോ അതോറിറ്റി എപ്പോഴും എന്താണ്? ഡൗൺവേർഡ് ആണ് സഞ്ചരിക്കുക അല്ലെ. ഒരു സ്റ്റുഡന്റിന് പോയിട്ട് ടീച്ചർക്ക് കമാൻഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ടീച്ചർക്ക് പോയിട്ട് പ്രിൻസിപ്പലിനെ കമാൻഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതെന്താണ്? അതോറിറ്റി എപ്പോഴും ഡൗൺവേർഡ് ആണ് സഞ്ചരിക്കുക അല്ലെ. ഓക്കെ, നെക്സ്റ്റ് എലിമെന്റ് എന്താണ് പറഞ്ഞത്? യെസ്, റെസ്പോൺസിബിലിറ്റി ആണ് അല്ലെ. റെസ്പോൺസിബിലിറ്റി. എന്താ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്? ഉത്തരവാദിത്വമാണ് അല്ലെ. ഉത്തരവാദിത്വം. സോ ഡെലിഗേഷനകത്ത് നമുക്ക് എന്ത് തന്നു? ജനറൽ മാനേജർ നമ്മളെ ഒരു ജോലി ഏൽപ്പിച്ചിട്ടുണ്ട് അല്ലെ. ജനറൽ മാനേജർ പറയാണ്, പ്രൊഡക്ഷൻ മാനേജർ അടുത്ത് പറഞ്ഞു അല്ലെ. എന്താ പറഞ്ഞിട്ടുള്ളത്? പെർ ഡേ 1000 പ്രൊഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്തിരിക്കണം എന്ന് പറയുന്ന ഒരു ജോലി ഏൽപ്പിച്ചിട്ടുണ്ട്. റൈറ്റ്. സോ ഇതിൽ എന്താ പറയുന്നത്? യെസ്, മേലുദ്യോഗസ്ഥൻ സുപ്പീരിയർ തന്നിട്ടുള്ള ജോലി എന്താണോ, നിർദ്ദേശിക്കുന്ന ജോലി എന്താണോ അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്ന നിർദ്ദേശിച്ചിരിക്കുന്ന രീതിയിൽ ചെയ്ത് തീർക്കുക എന്നുള്ളതാണ് എന്ത്? റെസ്പോൺസിബിലിറ്റി അഥവാ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അല്ലെ. നമ്മളെ ഒരു ജോലി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് വ്യക്തമായിട്ട് നിർദ്ദേശിച്ചിരിക്കുന്ന രീതിയിൽ ചെയ്ത് തീർക്കുക എന്നുള്ളതാണ് എന്ത്? റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ? സോ നെക്സ്റ്റ് വൺ, അക്കൗണ്ടബിലിറ്റി. സോ അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടമ എന്നൊക്കെ പറയാം. ഓക്കെ, അല്ലെങ്കിൽ ആൻസറബിൾ എന്ന് പറയാം. അതായത്
നമ്മളെ ജോലി ഏൽപ്പിക്കുന്നു, അതായത് സുപ്പീരിയർ അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥൻ നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള ജോലി എന്താണോ അത് എന്താണ് അവസ്ഥ, എങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്ത് ചെയ്തു എന്ന് കൃത്യമായിട്ട് നമ്മൾ സുപ്പീരിയറെ റിപ്പോർട്ട് ചെയ്ത് അറിയിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, അക്കൗണ്ടബിലിറ്റി എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് നമ്മുടെ ബാധ്യതയാണ് അല്ലെ, നമുക്ക് കൃത്യമായിട്ട് നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള ജോലി എന്താണ്, അതിന്റെ അവസ്ഥ എന്താണ്, അതെങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സുപ്പീരിയറെ അറിയിക്കണം. വേണ്ടേ? നമ്മളൊരു ജോലി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അതിന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ സുപ്പീരിയറെ അറിയിക്കണം, അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥനെ അറിയിക്കണം. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, അക്കൗണ്ടബിലിറ്റി എന്ന് വിളിക്കുന്നത്. അങ്ങനെ അറിയിക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്, റൈറ്റ്? ആ ബാധ്യതയെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, അക്കൗണ്ടബിലിറ്റി എന്ന് വിളിക്കുന്നത്. ക്ലിയർ അല്ലേ? സോ 3 എലമെന്റ്സ് ആണ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റിക്ക് ഉള്ളത്. ഒന്ന് അതോറിറ്റി ആണ്. അതോറിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ, സബോർഡിനേറ്റ്സിന് കമാൻഡുകൾ നൽകാനുള്ള അധികാരം, അതുപോലെ തന്നെ നടപടികൾ സ്വീകരിക്കാനുമുള്ള അവകാശത്തെ നമുക്ക് എന്ത് വിളിക്കാം, അതോറിറ്റി എന്ന് വിളിക്കാം. റെസ്പോൺസിബിലിറ്റി, സുപ്പീരിയർ പറഞ്ഞിരിക്കുന്ന രീതിയിൽ, നിർദ്ദേശിക്കുന്ന രീതിയിൽ ജോലികൾ ചെയ്ത് തീർക്കാനുള്ള ഉത്തരവാദിത്തമാണെന്ത്, റെസ്പോൺസിബിലിറ്റി. അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം സുപ്പീരിയറെ അറിയിക്കുക എന്നുള്ളതാണ് എന്ത്, അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ? സോ ഇത്രയുമാണ് എലമെന്റ്സ് ഓഫ് ഡെലിഗേഷൻ. എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണാം. ബൈ.